ഐറിസ് ദേന എന്ന ഇറാൻ കപ്പൽ തകർത്തതിന് തിരിച്ചടിയായി നോർത്തേൺ പേർഷ്യൻ ഗൾഫിലുള്ള അമേരിക്കൻ കപ്പലിന് നേരെ ആക്രമണം നടത്തി IRGC. അമേരിക്കൻ കപ്പൽ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു. ഐറിസ് ദേന എന്ന കപ്പൽ ശ്രീലങ്കൻ തീരത്തിനടുത്ത് വെച്ച് തകർത്തതിന് പ്രതികാരമെന്നോണമാണ് ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത്. ഐറിസ് ദേന എന്ന കപ്പൽ ഇന്ത്യൻ തീരത്ത് നിന്ന് വിശാഖപട്ടണത്തെ ഒരു ഷോറിൽ നാവികാഭ്യാസം നടത്തിയ ശേഷം തിരിച്ചു മടങ്ങുകയായിരുന്നു. യുദ്ധമുഖത്തുണ്ടായിരുന്ന കപ്പലായിരുന്നില്ല. എന്നാൽ അതിനെയാണ് സമുദ്രാന്തര അന്തർവാഹിനി ഉപയോഗിച്ച് അതിനെ ആക്രമിച്ചത്. പ്രത്യേകിച്ച് യുദ്ധസന്നാഹങ്ങളൊന്നുമില്ലാതെ പരിശീലനത്തിനായി വന്നവരായതുകൊണ്ട് അവർ മറ്റൊന്നും കരുതിയതുമില്ല. 80ഓളം നാവികരാണ് മുങ്ങി മരിച്ചത്. പോയത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഇന്ത്യക്കിതുവരെ അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടായിട്ടില്ല. ഏതാനും മണിക്കൂർ മുമ്പ് വിദേശകാര്യ സെക്രട്ടറി വളരെ പെട്ടെന്ന് ഉറക്കമുണർന്ന് ഖംനേയി മരിച്ചതറിഞ്ഞ് പോയി ഒപ്പിട്ടിരുന്നു, അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട്. ഒരു രാജ്യത്തിൻ്റെ നിലപാടാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ആ രാജ്യങ്ങളുടെ നിലപാടിന് കാത്തു നിൽക്കാതെ ഇറാൻ തങ്ങളുടെ പ്രതികാര നടപടി കൃത്യമായി ചെയ്തു. പേർഷ്യൻ ഗൾഫിലുണ്ടായിരുന്ന അമേരിക്കൻ വാർ കപ്പലിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആ വാർക്കപ്പലിൻ്റെ എണ്ണ നിന്ന് കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കപ്പലുകൾ ആക്രമിച്ചാൽ ഹോർമിസ് കടലിടുക്കിലൂടെ ഇനി മറ്റൊന്നും കടക്കാത്ത വിധമുള്ള ആക്രമണം അതിരൂക്ഷമാക്കുമെന്ന് IRGS അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 40% ഇന്ധനം വരുന്നത് ഹോർമിസ് കടലിടുക്കിലൂടെയാണ്. നമ്മളുടെ നിരവധി നാവിക വ്യൂഹങ്ങളും ചരക്ക് കപ്പലുകളും കടലിൽ ഇത് കടക്കാനായി പ്രയാസപ്പെട്ട് തുടരുന്നുമുണ്ട്. രാജ്യം നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് പലതും നയതന്ത്ര ബന്ധത്തിലൂടെ സാധ്യമാക്കുക എന്ന് പറയുന്ന കീഴ്വഴക്കത്തിനപ്പുറം ഇസ്രയേലിനോടും അമേരിക്കയോടുമൊപ്പം കൂറ് പ്രഖ്യാപിച്ച് മൗനമാചരിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഒരു രാജ്യത്തിൻ്റെ ധനകാര്യസ്ഥിതിയും അതുപോലെ തന്നെ അവിടുത്തെ സമ്പത്തും ഒക്കെയാണ്. ഇത്തരം പ്രതികാര നടപടികൾ തുടർന്നും കൈക്കൊള്ളുമെന്നും ഇന്ത്യയോട് യാതൊരു ദാക്ഷിണ്യവും ഈ കാര്യത്തിൽ ഉണ്ടാവില്ലെന്നുമുള്ളതാണ് ഇറാൻ നേതൃത്വത്തിൻ്റെ നിലപാട്. ഏതായാലും അടിച്ചതിന് തിരിച്ചടി എന്നോണം അമേരിക്കൻ കപ്പലിന് തിരിച്ചടി നൽകിയത് മാധ്യമങ്ങൾ വലിയ വാർത്തയായി പുറത്തുവിട്ടിട്ടുണ്ട്.